ഹായ്, എല്ലാവർക്കും PMK മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുകയാണ്. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഫീച്ചേഴ്സുകളൊക്കെ തന്നെ ഞാൻ ചില പിക്ചറിൻ്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു ഊർജ്ജം തരുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്തെങ്കിലും പേഴ്സണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ PDF നോട്ട്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഫീച്ചേഴ്സുകൾ ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തെ ഫീച്ചർ നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ന്യൂമറിക്കൽ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് സംഖ്യകളുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽസ് ഓൺലി വിത്ത് ന്യൂമറിക്കൽ ഫാക്ട് ആൻഡ് ഫിഗേഴ്സ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്നത് ന്യൂമറിക്കൽ ഫാക്റ്റുകളും ഫിഗേഴ്സുമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ താഴെ നിങ്ങൾ നോക്കൂ, മാർക്ക്, കുറേ കുട്ടികൾ കിട്ടിയിരിക്കുന്ന മാർക്കുകൾ, അപ്പോൾ അത് സംഖ്യാരൂപത്തിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. ദെൻ ഇൻകം, കുറേ ആളുകൾക്ക് കിട്ടുന്ന വരുമാനം, ഇന്ത്യയിലെ മൊത്തം ആളുകളുടെ വരുമാനം, ഇതൊക്കെ തന്നെ നമ്മൾ സംഖ്യാരൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ്, പോപ്പുലേഷന്, ഇങ്ങനെ തുടങ്ങിയ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി രണ്ടാമത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഗ്രിഗേറ്റ്സ് ഓഫ് ഫാക്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വിവരങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഒരു സിംഗിളായിട്ടുള്ള ഒരു കാര്യത്തിനെ സൂചിപ്പിക്കാനല്ല, മറിച്ച് ഒരു കൂട്ടം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ പറയുന്നത്. ഇവിടെ നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ നോട്ട് റിലേറ്റഡ് ടു എ സിംഗിൾ ഐറ്റം, ദേ ആർ കളക്റ്റഡ് എ ഗ്രൂപ്പ് ഓഫ് ഫാക്ട്. ഒരു സിംഗിൾ ഐറ്റത്തിനെ കുറിച്ച് മാത്രം സ്റ്റഡി ചെയ്യല്ല, മറിച്ച് ഒരു കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അവതരിപ്പിക്കുക. ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാർക്ക് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും മാർക്ക്, അതിൻ്റെ ആവറേജ്, അതിൻ്റെ പെർസെൻറ്റേജ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാം. നോട്ട് ദ മാർക്ക് ഓഫ് വൺ സ്റ്റുഡൻറ്റ്. ഒരു കുട്ടിയുടെ മാർക്ക് മാത്രം എടുത്ത് പഠിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമല്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തതിലേക്ക് പോവാം. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് ഫോർ എ ഡെഫിനിറ്റ് പർപ്പസ്. അതായത് ഒരു നിശ്ചിത ലക്ഷ്യത്തോടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വിവരങ്ങൾ ശേഖരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു നിശ്ചിത ലക്ഷ്യത്തോടെയാണ്, ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഡേറ്റ മസ്റ്റ് ബി കളക്റ്റഡ് വിത്ത് എ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് ഓർ പർപ്പസ്. നമ്മൾ ഡേറ്റകൾ കളക്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ആയിരിക്കും. അല്ലാതെ ഒരു ഫെയർ യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റഫ് യൂസിന് വേണ്ടിയോ ഒന്നും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്ത് ചെയ്യില്ല, ഡേറ്റ കളക്ട് ചെയ്യില്ല. കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് എന്തെങ്കിലും ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടായിരിക്കും. ഇനി അടുത്ത പോയിൻ്റാണ്, നാലാമത്തെ പോയിൻ്റാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കളക്റ്റഡ് സിസ്റ്റമാറ്റിക്കലി. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റാസുകളൊക്കെ കളക്ട് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഡേറ്റകൾ കളക്ട് ചെയ്യുന്നത് വളരെ കൃത്യതയോടും സിസ്റ്റമാറ്റിക് ആയിട്ടുമാണ് എന്നാണ് പറയുന്നത്. ഡേറ്റ ഷുഡ് ബി കളക്റ്റഡ് ഇൻ എ പ്ലാൻഡ് ആൻഡ് ഓർഗനൈസ്ഡ് മാനർ. കൃത്യമായി പ്ലാൻ ചെയ്തും ഓർഗനൈസ് ചെയ്തിട്ടുമാണ് ഇവിടെ ഡേറ്റാസുകളൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നത്. റാൻഡം കളക്ഷൻ ഹാസ് നോ വാല്യൂ. റാൻഡം കളക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. അവിടെ ഒരാൾ ഒരു പെട്ടിക്കകത്തുനിന്നോ അല്ലെ വേറെ ഇവിടുന്നോ ഡേറ്റകൾ ഇങ്ങനെ എടുക്കുകയാണ് അല്ലേ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്നുമില്ലാതെ അവിടെ നിന്ന് എടുത്തു ഇവിടുന്ന് എടുത്തു. അപ്പോൾ അങ്ങനെ എടുക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു റാൻഡം കളക്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് ഡേറ്റാസുകളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത പോയിൻ്റാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ അഫക്റ്റഡ് ബൈ മൾട്ടിപ്പിൾ കോസസ്. അതായത് സ്ഥിതിവിവര കണക്കുകൾ നിരവധി കാരണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കൂ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ മെനി. എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഒരു കാരണത്താൽ മാത്രം രൂപപ്പെടുന്നു എന്നല്ല,
മറിച്ച് അതിനെ പല ഘടകങ്ങളും ഒരുമിച്ച് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണം എടുക്കുകയാണേ. ഒരു കർഷകൻ്റെ വിളവെടുപ്പ് എത്ര ലഭിക്കും എന്നത് പല കാരണങ്ങളാൽ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ നോക്കൂ നിങ്ങൾ, ക്രോപ്പ് പ്രൊഡക്ഷൻ അവിടെ നിങ്ങൾക്ക് കാണാം. ക്രോപ്പ് പ്രൊഡക്ഷൻ എന്നുള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട് അല്ലേ, പല ഘടകങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ നോക്കൂ, റെയിൻഫാൾ ആണ്, അതായത് മഴയുടെ അളവ്, എത്രത്തോളം മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. ദെൻ ഫെർട്ടിലൈസർ, എത്രത്തോളം വളപ്രയോഗം നടത്തുന്നുണ്ട്. അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ക്ലൈമറ്റ്, കാലാവസ്ഥ, അത് അനുകൂലമായിരുന്നോ പ്രതികൂലമായിരുന്നോ. ദെൻ അതർ ഫാക്ടേഴ്സിൽ വരുമ്പോൾ സീഡ് ക്വാളിറ്റി, വിത്തിൻ്റെ ഗുണമേന്മ എത്രത്തോളം ഉണ്ടായിരുന്നു, തൊഴിലാളികളുടെ ലഭ്യത എത്രത്തോളം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ ക്രോപ്പ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു കാരണത്താൽ മാത്രം രൂപപ്പെടുന്നതല്ല, മറിച്ച് അതിനെ പല ഘടകങ്ങളും ഒരുമിച്ച് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് വൺ, ആറാമത്തത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ എന്യൂമറേറ്റഡ് ഓർ എസ്റ്റിമേറ്റഡ് വിത്ത് റീസണബിൾ ആക്യുറസി. ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വിവരങ്ങളൊക്കെ വളരെ കൃത്യതയോടെയാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. ദാറ്റ് മീൻസ് ഡേറ്റ മേ ബി കൗണ്ടഡ് എക്സാക്ട്ലി ഓർ എസ്റ്റിമേറ്റഡ് അപ്രോക്സിമേറ്റ്ലി, ബട്ട് ആക്യുറസി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ എക്സാക്റ്റ് കൗണ്ടിങ് ഓർ എന്യൂമറേഷൻ, കൗണ്ടഡ് ഐറ്റം ബൈ ഐറ്റം. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്ത് ചെയ്യുന്നത്, വിവരങ്ങളൊക്കെ തന്നെ കണക്കാക്കുന്നത്. അല്ലാതെ ചുമ്മാ ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യത്തിൻ്റെ മുകളിലല്ല നമ്മൾ ഡേറ്റയൊന്നും ഇവിടെ കണക്കാക്കുന്നത്. വളരെ കൃത്യതയോടുകൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് ഡേറ്റകൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിൻ്റാണ്, ഏഴാമത്തെ പോയിൻ്റാണ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ കമ്പയറബിൾ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ബിക്കം യൂസ്ഫുൾ ഓൺലി വെൻ ദേ ക്യാൻ ബി കമ്പയർഡ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ പറയുന്നത് നോക്കി. 2023 പ്രോഫിറ്റും 2024 പ്രോഫിറ്റും, 2 വർഷത്തിലെ പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ആ 2 വർഷത്തെ പ്രോഫിറ്റിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഫീച്ചറായിട്ട് നമുക്ക് പറയാം. ദെൻ അടുത്തത്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ റിലേറ്റഡ് ടു ടൈം ആൻഡ് പ്ലേസ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് സമയവും സ്ഥലവും ഒക്കെ വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഷുഡ് മെൻഷൻ ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ. ഓക്കെ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയുടെ സമയം, സ്ഥലം, ഇതൊക്കെ വ്യക്തമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. യെസ്, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു അഡ്വൈസ് കൂടി നിങ്ങൾ അടുത്തുനിന്ന് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ മുഖാന്തരമാണ് നിങ്ങൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യണം, നിങ്ങൾക്ക് സ്യൂട്ടബിളായ രീതിയിൽ മറ്റെന്തെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ സഹകരണം, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സഹായിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.